കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും തുടർച്ചയായി പുകഴ്ത്തുന്ന തിരുവനന്തപുരം MP ശശി തരൂരിനെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി. തരൂരിന് പാർട്ടിയിൽ വലിയ പ്രാധാന്യം നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് തരൂരിനെ തുടർച്ചയായി അവഗണിക്കുന്നത്. ഇപ്പോഴിതാ AICC പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ഒഴിവാക്കി. മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ 14 വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു. ഏപ്രിൽ 8, 9 തീയതികളിൽ അഹമ്മദാബാദിൽ AICC സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന വേളയിലാണ് നടപടി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപീകരിക്കുമ്പോൾ അടക്കം തരൂരിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. എന്നാൽ മോദി സ്തുതിയുടെ പേരിൽ കൂടുതൽ നടപടികളിലേക്കാണ് പാർട്ടി കടക്കുന്നത്. ഇന്നത്തെ ദ വീക്കിലെ ലേഖനത്തിൽ മോദി സർക്കാരിനെ വീണ്ടും തരൂർ പ്രകീർത്തിച്ചിരുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചുവെന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഇന്ത്യ സ്വീകരിച്ച വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് എത്തിച്ചു. ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായെന്നും ദ വീക്കിൽ തരൂർ പറയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ. 2020-2021 കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത്.